നമസ്കാരം, എല്ലാവർക്കും സൃജന ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഝട്പട്ട് ഔർ നട്കട്ട് എന്ന ചാപ്റ്ററിൻ്റെ 2 ഭാഗം നോക്കിയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഝട്പട്ട് എന്ത് ചെയ്യുന്നു, ഝട്പട്ട് നട്കട്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ നട്കട്ട് കുസൃതി കാണിക്കുന്നതും വെള്ളമുണ്ടാക്കി വെള്ളത്തിലൊഴുക്കുന്നതും കാല് വഴുതി വീഴുന്നതും അനിയെ ചേട്ടൻ ചാടി നീന്തി ആരെ രക്ഷപ്പെടുന്നതും നട്കട്ടിനെ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ടുവരുന്നതും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നട്കട്ട് കരയിലെത്തിക്കഴിഞ്ഞപ്പോൾ കരയുന്നതായിട്ട് പറയുന്നുണ്ട്. നെഞ്ചത്തടിച്ച് കരയുന്നു. എന്തിനാണ്? അമ്മയോട് നീ എന്ത് ചെയ്യും, വീട്ടിൽ പോയി എന്നെക്കുറിച്ച് പരാതി പറയും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ പാഠം നിർത്തിയത്. ബാക്കി നോക്കിക്കോളൂ. അഗർ ന കരും തോ, അപ്പോൾ ചോദിക്കുകയാണ്, ഞാനങ്ങനെ പരാതി പറഞ്ഞില്ലെങ്കിലോ? തോ ജോ കഹോ, അപ്പോൾ നീ പറയുന്നത് പോലെ, അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന പോലെ കേൾക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തി. നട്കട്ട് കാ റോന ബന്ദ് ഹോ ഗയ, ആരുടെ കരച്ചിൽ നിന്നു? നട്കട്ടിൻ്റെ കരച്ചിൽ നിന്നു. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, അപ്പോൾ ചേട്ടൻ ഝട്പട്ട് പറയുകയാണ്, എനിക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് അറിയില്ല, പേപ്പർ വള്ളങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. തും സിഖാദോഗെ, നീ എന്നെ പഠിപ്പിക്കുമോ? അപ്പോൾ ഹാ ഉസ്മേക്കാ, അതിനെന്താ? നട്കട്ട് ഖുഷ് ഹോക്കർ ബോല, നട്കട്ട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാം. पर मुझे തൈർന നഹി ആത്ത തും സിഖാദോഗെ, പക്ഷേ എനിക്ക് നീന്താൻ അറിയില്ല, നീ എന്നെ എന്ത് ചെയ്യുമോ, നീന്തൽ പഠിപ്പിക്കുമോ ചോദിച്ചു. ഹാ ഉസ്മേക്കാ, ഝട്പട്ടിനെ മുസ്കുരാത്തെ ഹുയെ, ഝട്പട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നട്കട്ട് കെ ശബ്ദവും കി നക്കൽ കി, നട്കട്ടിൻ്റെ വാക്കുകളെ എന്ത് ചെയ്തു, അനുകരിച്ചു. നക്കൽ കർണ, അനുകരിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നക്കൽ കർണ, അനുകരിക്കുക. നക്കൽ എന്ന് മാത്രം നമ്മൾ പറയുമ്പോൾ അതിന് കോപ്പി, പകർപ്പെന്ന അർത്ഥമുണ്ട്. അപ്പോൾ നക്കൽ കർണ എന്ന് വെച്ചാൽ അനുകരിക്കുക, അത് തന്നെയാണ് അർത്ഥം, കോപ്പി ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ കോപ്പിക്ക് നമുക്ക് നക്കൽ എന്ന് പറയാം, പകർപ്പെന്ന് പറയാം. ഇപ്പം നക്കൽ കർണ എന്ന് പറയുമ്പോൾ എന്താ, പകർപ്പ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അനുകരിക്കുക. അനുകരിച്ചു. ദോനോ ഭായി ഹസ്പടെ, രണ്ടുപേരും ചിരിച്ചു. ലേക്കിൻ ഝട്പട്ട് ने नटखट का बस्ता उसे पकड़ाकर पुल के मुंडेर पर से अपना बस्ता उठाया. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर, झटपट എന്ത് ചെയ്തു, തൻ്റെ അനിയൻ്റെ ബസ്ത അവൻ്റെ കൈകളിൽ പിടിപ്പിച്ചുകൊണ്ട് പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിരുന്ന തൻ്റെ ബാഗ് എടുത്തു. और एकदम चिंतित होकर बोला, എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, അരെ ചോട്ടെ, ഹം ദോനോ കാ കപടെ ഭീഗ് ഗയേ ഹെ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രം എന്ത് ചെയ്തു, ഭീഗ് എന്താ, നനയുക, വസ്ത്രങ്ങൾ എന്ത് ചെയ്തു, നനഞ്ഞു പോയി. ഹമേ ഭീഗെ കപ്പടോ മേ ദേഖ് മാ പൂച്ചെങ്കിൽ എന്താ, തോ ക്യാ കഹെങ്കി, നമ്മുടെ വസ്ത്രങ്ങൾ നനഞ്ഞ് നമ്മൾ ചെല്ലുന്നത് കണ്ടാൽ അമ്മ നമ്മളോട് ചോദിക്കും, നമ്മൾ എങ്ങനെ നനഞ്ഞു എന്ന്. അപ്പം നമ്മൾ എന്ത് മറുപടി പറയും, ഹാംബടെ അബ്, എന്താ, അയ്യോ അത് ശരിയാണല്ലോ, നമ്മളിപ്പോൾ എന്ത് ചെയ്യും. നട്കട്ടിനെ ഏക് പൽ സോച്ച, പൽ മീൻസ് നിമിഷം, മാറിപ്പോവരുത്. പുൽ മീൻസ് പാലം, പൽ എന്ന് വെച്ചാൽ നിമിഷം. ഒരു നിമിഷം ചിന്തിച്ചു. അവർ ബോല, എന്നിട്ട് പറഞ്ഞു, ആവോ ദൗഡ് ലഗാത്തേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓടാം, ഒരു ഓട്ട മത്സരം നടത്താം. കപ്പടെ അപ്നെ ആപ്പ് സുഖ് ജായെങ്കിൽ, അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്തോളും, ഉണങ്ങിക്കോളും. സൂഖ്ന, ഉണങ്ങുക, വരളുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഉണങ്ങിക്കോളും. ഹാ ഏ ടീക്ക് ഹേ, അത് ശരിയാണ്. ഝട്പട്ടിനെ അപ്ന ബസ്ത പീഠ് പർ ടാങ്കത്തെ ഹുയെ കഹ, ഝട്പട്ട് തൻ്റെ ബാഗ് എന്ത് ചെയ്തു, തൻ്റെ മുതുകിൽ, പീഠ് മീൻസ് മുതുക്, പേട്ട് എന്ന് വെച്ചാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം, പീഠ്, പൂജ്യം ഠാ എഴുതി പീഠ് എന്ന് എഴുതുമ്പോൾ മുതുകെന്നാണ്. ഇനി പേട്ട്, സി പോലത്തെ ഫസ്റ്റ് ടാ വർഗത്തിലെ ഫസ്റ്റ് ടാ എഴുതി പേട്ട് എന്ന് എഴുതിയാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ്, വയറെന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പീഠ് എന്നാണ്. അപ്പോൾ മുതുകിൽ ടാങ്കിനാ തൂക്കിയിടുക, മുതുകിൽ തൂക്കിയിട്ടുകൊണ്ട് പറഞ്ഞു. നട്കട്ടിനെ ഭി അപ്ന ബസ്ത പീഠ് പർ ടാങ്ക് ഡിയ, നട്കട്ടും എന്ത് ചെയ്തു, ബാഗ് എടുത്ത് തോളിൽ മീൻസ് എന്താ, മുതുകിൽ, പീഠ് മുതുക്, അപ്പോൾ തോളിൽ തൂക്കുമ്പോഴാണല്ലോ മുതുകിൽ ഭാഗമെന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് പറഞ്ഞു. ഝട്പട്ട് കെ ബരാബർ ഖടേ ഹോക്കർ, ഝട്പട്ട് ബരാബർ ഈക്വൽ, തുല്യം, അവനൊപ്പം നിന്നിട്ട്, ദൗഡ് ശുരു കർണേക്ക് അന്താസമയം പോലെ, ഓട്ടം തുടങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. 1 2 3, അപ്പോൾ നമ്മൾ ഓടുന്നതിന് മുമ്പ് ടൈം ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഇങ്ങനെ നമ്പർ പറയാൻ തുടങ്ങി. ദോനോ ദൗഡ് പടേ, എന്നിട്ട് രണ്ടുപേരും എന്ത് ചെയ്തു, ഒരുമിച്ച് ഓടി. ആകെ പീछे നഹി, മുന്നിലും പിന്നിലും ആയിട്ടല്ല. ഏക് ദൂസരെ കാ ഹാത്ത് പകടെ സാത്ത് സാത്ത്, ഒരാൾ മറ്റൊരാളുടെ കൈ കോർത്തുകൊണ്ട് ഒരുമിച്ച് ഒപ്പമാണ് അവരെന്ത് ചെയ്ത് ഓടിയത്. സർദിയാം അബി ശുരു നഹി ഹുയീദി, സർദി മീൻസ് തണുപ്പ് അത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോസം സാഫ്, നല്ല കാലാവസ്ഥയായിരുന്നു. ചട്കീലി ധൂപ് നിക്കലി ഹുയീദി, ഇളം വെയിൽ, എന്താ തിളങ്ങുന്ന വെയിലുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ദോനോ ഭായി മസേ മേ ദൗഡത്തെ ചലേഗി, അപ്പോൾ 2 സഹോദരങ്ങളും എന്ത് ചെയ്തു, വളരെ രസകരമായി എന്ത് ചെയ്തു തുടങ്ങി. മസ, മസേദാർ, രസകരം. അപ്പോൾ അവരെന്താ, വളരെ രസകരമായിട്ട് ഇങ്ങനെ ഓടുമായിരുന്നു. നാല പാർക്ക് ചെയ്യുക, എന്ത് ചെയ്തു, തോട് മുറിച്ച് കടന്നു. ബാഗ് പാർക്ക് ചെയ്യുക, പൂന്തോട്ടം മുറിച്ച് കടന്നു, അല്ല ഫലവൃക്ഷത്തോട്ടം മുറിച്ച് കടന്നു. ഖേത്ത് പാർക്ക് ചെയ്യുക, വയൽ മുറിച്ച് കടന്നു. ബർഗദ് കോ ഭി പീച്ചെ ഛോഡ് ദിയ, ആ വടവൃക്ഷത്തിനെ പിന്നിലാക്കി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ പോക്കർ തക് പहुंचते दोनों थक गए,
ആ കുളത്തിൻ്റെ അരികിൽ എത്തിയപ്പോഴത്തേക്ക് രണ്ടുപേരും എന്ത് ചെയ്തു? ക്ഷീണിച്ചു. അവർ റുക് ഗേ, രണ്ടുപേരും എന്ത് ചെയ്തു? നിന്നു. കപ്പടെ സൂഖ് ഗേ ചോട്ടെ, എന്താ നമ്മുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? എടാ ചോട്ടെ, നമ്മളെന്താ നമ്മുടെ വസ്ത്രങ്ങൾ ഉണങ്ങി. ഝട്പട്നെ ഹാംഫ്തേ ഹുയേ ലേക്കിൻ ഖുശ് ഹോത്തേ ഹുയേ കഹാ. അവൻ ക്ഷീണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹാംഫിന കിതയ്ക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഹാംഫ്തേ ഹുയേ കിതച്ചുകൊണ്ട്, എന്നാൽ ലേക്കിൻ എന്താ? എന്നാൽ ഖുശ് ഹോത്തേ ഹുയേ കഹാ, വളരെ സന്തോഷത്തിൽ പറഞ്ഞു. ഹാം ബടെ വക്കൈ, വാസ്തവത്തിൽ എന്താ? കപ്പടെ തോ സൂഖ്, വക്കൈ മീൻസ് വാസ്തവത്തിൽ എൻ്റെ വസ്ത്രങ്ങൾ എന്ത് ചെയ്തു? ഉണങ്ങി. നട്കഡിനെ ബി ഖുശ് ഹോക്കർ കഹ, നട്കഡ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു എന്താണ്? നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങിയെന്ന്. തഭി നട്കഡ് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കിനി ഗിട്ടി ദിഖായി പടി. അപ്പോൾ നട്കഡിന് എന്താണ്? കുളത്തിൻ്റെ, പോക്കർ മീൻസ് അറിയാലോ കുളത്തിൻ്റെ അരികിലായിട്ട് ഒരു മിനുസമുള്ള കല്ലിൻ കഷ്ണം കിട്ടുന്നു. കിട്ടിയെന്ന് വെച്ചാൽ പത്തർക്കായക്ക് ചോട്ടാ ടൊക്കട മീൻസ് കല്ലിൻ്റെ ഒരു കഷ്ണം, അതിനാണ് നമ്മൾ കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനുസമുള്ള കല്ലിൻ കഷ്ണം കിട്ടുന്നു. നട്കഡിനെ ഉസെ ഉഠാലിയ, നട്കഡ് ആ കല്ലിൻ കഷ്ണം എടുക്കുന്നു. അവർ തിർച്ചേ ഹോന മീൻസ് എന്താ? ബെൻഡ് ചെയ്യുക, വളഞ്ഞു നിന്നുകൊണ്ട്. उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അപ്പോൾ അവൻ വളഞ്ഞു നിന്നുകൊണ്ട് ഈ കല്ലിൻ കഷ്ണം എടുത്ത് പാനിക്ക് സത്തഹ് പർ, വെള്ളത്തിൻ്റെ മുകളിലൂടെ, ആ പ്രതലത്തിലൂടെ, ഉച്ചലത്തി ഹുയി എന്താ? ദൂർ തക് ചലികയും, കല്ലെടുത്ത് എന്ത് ചെയ്തു? പാനിക്ക് സതഹ് പർ ഫേങ്കിനെ എറിയുക, ആ വെള്ളത്തിൻ്റെ പ്രതലത്തിന് മുകളിലൂടെ ഇറങ്ങി. അപ്പോൾ ഇതെന്ത് ചെയ്തു? ഈ കല്ലിൻ കഷ്ണം എന്ത് ചെയ്തു? വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ കുതിച്ചു പാഞ്ഞ് എന്ത് ചെയ്തു? മുന്നോട്ടേക്ക് പോയി. ദേഖാ ദേഖി ഝട്പടിനെ ഏക് ഗിട്ടി ഉഠാക്കർ ഫേങ്ക് ദി. ഇത് കണ്ടുകൊണ്ട് ഝട്പട് ഒരു കല്ലെടുത്ത് എന്ത് ചെയ്തു? എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനിമേ ഗുഡുബ് ഹോ ഗയി. ഗുഡുബ് ഹോന അപ്രത്യക്ഷമാവുക. അപ്പോൾ അവൻ്റെ കല്ലെന്ത് ചെയ്തു? വെള്ളത്തിൽ എന്ത് ചെയ്തു പോയി? അപ്രത്യക്ഷമായിപ്പോയി. ബടേ തുംകോ ഗിട്ടി പൈരാൻ നഹീ ആത്താ. ചേട്ടാ, നിനക്ക് കല്ലിങ്ങനെ എറിയാൻ അറിയില്ലേ? ഗിട്ടി പൈരാൻ അറിയില്ല എന്ന് ചോദിച്ചു. ആര്? അനിയൻ. ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ. എനിക്കറിയില്ല, നീ എന്നെ പഠിപ്പിച്ചു തരുമോ? ക്യോം നഹി, എന്തുകൊണ്ടില്ല? അഭിയിലോ, ഇപ്പം നോക്കിയോ, കണ്ടോ? നട്കഡിനെ ധ്യാൻ സെ നീച്ചെ ദേഖകരേക്ക് ഗിട്ടി ഉടായി. അവൻ ശ്രദ്ധയോടെ എന്താ? തറയിൽ നിന്ന് ഒരു കല്ലിൻ കഷ്ണം എടുത്തു. അവർ ഝട്പട് കോ ദിഖാത്തെ ഹുയെ ബോല, ചേട്ടനായ ഝട്പടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗിട്ടി ഏസി ലോ, കല്ല് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ജോ ജ്യാദാ ഭാരി അവർ ഖുർദരി ന ഹോ, കല്ല് കൂടുതൽ ഭാരമുള്ളതോ പരുപരുത്തതോ റഫ്നെസ് ഉള്ളതോ ആകാൻ പാടില്ല. ഹൽക്കി അവർ ചിക്നി ഹോ, നേർത്തതും മിനുസമുള്ളതുമായിരിക്കണം. അവർ ഉസെ ഇസ്തര ഫേങ്കോ, അതിനെ ഇപ്രകാരം എറിയണം. അപ്പോൾ അനിയൻ പറഞ്ഞു കൊടുക്കുകയാണ്, കല്ലിനെ എന്ത് ചെയ്യണം? ഇങ്ങനെ എറിയണം എന്ന് കാണിച്ചു കൊടുക്കുന്നു. ആരെ? ചേട്ടനെ. ലേക്കിൻ അബ് തക് ഝട്പട് കാ ധ്യാൻ ഭണ്ട് ചുക്കാ ഥാ. അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്തേക്ക് അത് എന്താ? നട്കഡ് പറഞ്ഞു കൊടുക്കുന്ന സമയം ചേട്ടൻ്റെ ശ്രദ്ധ എങ്ങോട്ടോ മാറിപ്പോയി. ധ്യാൻ ഭണ്ടിനെ ശ്രദ്ധ മാറിപ്പോവുക. അപ്പോൾ പൊക്കർക്ക് പാനി പർ തയ്യർത്തി ബത്തക്കോ കോ ധ്യാൻ സെ ദേഖ് രഹാ ഥാ. അവൻ ആ വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന എന്തിനെ നോക്കി നിൽക്കുകയായിരുന്നു? ആ താറാക്കൂട്ടങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ മക്കളെ, ഝട്പട് और നട്കഡ് എന്ന് പറഞ്ഞ പാഠം രണ്ട് സഹോദരങ്ങളുടെ പാഠമാണ്. നമ്മുടെ ജീവിതവുമായൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാഠമാണ്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുണ്ടാകുന്ന പിണക്കങ്ങളും വഴക്കുകളും പരാതികളും അമ്മയോട് പോയി പറയുന്ന പരാതികളും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കിയത്. അപ്പോൾ വളരെ സിമ്പിളൊരു കഹാനിയാണ്. ഫുള്ള് വായിച്ച് നോക്കുക. വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ വായന ശക്തമാക്കുക. ഓക്കെ. അപ്പോൾ ഝട്പട് നട്കഡ് എന്ന് പറയുന്ന പാഠം ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കരൂപം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു.